പല സ്ഥലങ്ങളിലും നമ്മുടെ കേരളീയർ മിടുക്ക് കാട്ടുന്നുണ്ട്. ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും മലബാറി, ഇപ്പോൾ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മലബാറി എന്ന് പറഞ്ഞാൽ പ്രത്യേക ഡിമാൻഡാണ്. ഇതിന് പ്രധാന കാരണം നമ്മുടെ വൈദഗ്ധ്യമാണ്. തൊഴിൽ രംഗത്ത് നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ചില്ലെങ്കിൽ കൂടി ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ ഏത് ജോലി കൊടുത്താലും അതിൽ വിദഗ്ധമായിട്ട് ചെയ്യുന്നൊരു ഗുണം നമ്മുടെ കേരളീയർക്കുണ്ട്. അതുപോലെ വിദ്യാഭ്യാസത്തിലും നമ്മൾ ഇപ്പോൾ ഉന്നതിയിൽ നിൽക്കുകയാണ്. ആരോഗ്യരംഗത്തും നമ്മുടെ സംസ്ഥാനത്ത് വിദേശത്തു നിന്ന് വരെ ആളുകൾ വന്ന് ചികിത്സ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയ ചില ഗൂഢശക്തികളാണ് നമ്മുടെ കേരളത്തിലേക്ക് മയക്കുമരുന്നെല്ലാം കൊടുത്തുവിട്ട് നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് അവർക്കുള്ളത്. അവരെ തുരത്തുക തന്നെ വേണം. നമ്മുടെ ശക്തിയെ കുറയ്ക്കുക എന്നുള്ളതാണ് ഇത്തരം ഗൂഢശക്തികളുടെ മെയിൻ ലക്ഷ്യം. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് എല്ലാവരും രാഷ്ട്രീയ മതഭേദമന്യേന അണിനിരക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇത് വളരെ ഗൗരവമുള്ളതാണ്. ഇത്രയും ചെറിയ കുട്ടികൾ വരെ MDMA സ്റ്റാമ്പ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അവർക്ക് ഭാവിയിൽ അവരുടെ ചിന്താഗതി എങ്ങനെയായിരിക്കും, അവരുടെ ജോലി എങ്ങനെയായിരിക്കും, നശിച്ചു പോകുന്ന ഒരു തലമുറയിലേക്ക് നമ്മൾ എത്തിപ്പെടും. ഇത് ഒരു ഗൂഢശ്രമം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇത്രയും വ്യാപിക്കില്ല. ഞാനൊരു അടുത്തൊരു ഇംഗ്ലീഷ് ഫിലിം കാണാനുണ്ടായി. വാക്കിംഗ് ഡെഡ് എന്നാണ് അതിൻ്റെ പേര്. ഒരു ടൗണിൽ ഇതേപോലെ എന്തോ ഒരു സാധനം കുത്തിവെക്കുകയും അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രാന്തൻ അവസ്ഥയിലെത്തുകയും അത് മറ്റാളെന്നെ കടിക്കുകയും ചെയ്യും. മറ്റാളെ കടിച്ചു കഴിഞ്ഞാൽ സെയിം അവസ്ഥ തന്നെ മറ്റാൾക്ക്. അങ്ങനെ കടിച്ച് ആ ഗ്രാമത്തിലെ ആ ടൗണിലെ എല്ലാവർക്കും ഈ അസുഖമായി. അപ്പോൾ രാജ്യത്തിൻ്റെ മേധാവി ആർമീനെ അയക്കുകയും ഇവരെയെല്ലാം പൂട്ടിയിട്ടിട്ട് വെടിവെച്ച് കൊല്ലുന്നൊരു സീനാണ് ആ സിനിമയിലുള്ളത്. അതേപോലെ ഒരു അവസ്ഥയിലേക്കാണോ പോകുന്നത് തോന്നുന്നു. ഈ MDMAയും മറ്റും കഴിച്ച് ആരെയും കൊല്ലുന്ന തരത്തിലേക്ക് ഒരു കൂസലുമില്ലാതെ, ഒരാൾക്കൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ രീതിയിലേക്ക് പെടുമ്പോൾ കാണുന്നത് ഇതുപോലൊരു സിനിമയെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നത്. അതൊരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. യുവതലമുറയെ നശിപ്പിക്കുന്ന ഇത്തരം ശ്രമങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്.